കൊല്ലം കോർപ്പറേഷന്റെ നിയുക്ത മേയർ AK ഹഫീസിനൊപ്പമാണ് നമ്മളുള്ളത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ വിജയം ഇടതുകോട്ടകൾ ഇളക്കിക്കൊണ്ട് UDFന്റെ വലിയ തേരോട്ടം നടന്ന ജില്ലയാണ് കൊല്ലം ജില്ല. ഏതായാലും നിയുക്ത മേയർക്കൊപ്പമാണ് നമ്മളുള്ളത്. കൊല്ലം കോർപ്പറേഷൻ 30 വർഷത്തെ ഭരണം, 25 വർഷത്തോളം, അതിനുശേഷം പിന്നെ കോൺഗ്രസ് ഇപ്പോൾ വരികയാണ്. എന്താണ് ഇനി ഈ കോർപ്പറേഷനിൽ സമൂലമായ മാറ്റം വരുമോ വികസനത്തിലൊക്കെ? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കൊല്ലം നഗരവാസികൾ അനുഭവിക്കുന്നത് ഈ മാലിന്യ ശേഖരണവും അതിൻ്റെ സംസ്കരണവുമാണ്. മാലിന്യം ശേഖരിക്കുക, സംസ്കരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അതിനൊരു ധാരണ തന്നെ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംവിധാനം കൊല്ലം നഗരത്തിലില്ല. അത് ഏറ്റവും തികഞ്ഞൊരു പരാജയമാണ്. കഴിഞ്ഞ 25 വർഷക്കാലം കോർപ്പറേഷൻ്റെ പദവിയിലായാലും അതിന് 35 വർഷക്കാലം മുനിസിപ്പാലിറ്റി ആയാലും കൊല്ലത്ത് അങ്ങനെ ഒരു ഭരണ സംവിധാനത്തിലേക്ക് ഒന്നും എത്താൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾ, നമ്മൾ പ്രത്യേകിച്ച് ഈ വോട്ട് ചോദിച്ച് വീടുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ഈ മാലിന്യം എവിടെയാണ് കൊണ്ട് ശേഖരിക്കാൻ, എവിടെയാണ് സംസ്കരിക്കാൻ, എവിടെയാണ് കൊണ്ട് നിക്ഷേപിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കിപ്പോഴും ഒരു മറുപടിയില്ല. ഇത് കോടിക്കണക്കിന് ഉറുപ്പിക ഇത്തരത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ പേരിലായാലും അല്ലാതെ ഇവയൊക്കെ ചിലവാക്കുന്നുണ്ട്. തുകകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എവിടെ എങ്ങും എത്തുന്നില്ല എന്നുള്ള അതിനൊരു പരിഹാരമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം ഈ നമ്മുടെ തെരുവ് നായയുടെ ശല്യം. തെരുവ് നായ ശല്യം കാരണം കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഓരോരുത്തരും എല്ലാവരുടെ വീടുകളിലും റോഡിൽ കൊണ്ടെത്തിക്കാനും റോഡിൽ നിന്ന് ബസ്സിൽ കയറ്റി വിടാനും അല്ലെങ്കിൽ ബസ്സിലേക്ക് പോകാനും ഒന്നും സാഹചര്യം ഉണ്ടാവില്ല. തിരിച്ചു വരുമ്പോൾ വിളിക്കാനും ഒക്കെ എല്ലാ വീടുകളിലും അതിന് സാഹചര്യം. പക്ഷേ അത്തരം കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കും. തെരുവ് നായ ശല്യം ഒരു പ്രധാനമാണ്. തെരുവുകളൊക്കെ പരിപാലനത്തിൽ തികഞ്ഞ പരാജയമാണ്. ഇന്നും ഇന്നലെയല്ല. ഞാനും 5 വർഷക്കാലം ഇവിടെ കൊല്ലം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായിരുന്നു. എല്ലാ കൗൺസിലിലെയും പ്രധാന ചർച്ചാ വിഷയം ഈ മാലിന്യ സംസ്കരണവും ശുദ്ധജല വിതരണ രംഗത്തുള്ള അപാകതയും തെരുവ് വിളക്ക് പരിപാലനവും അതുപോലെ തന്നെയായിരുന്നു ഈ തെരുവ് നായ ശല്യവും. അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കഴിഞ്ഞ 7 വർഷത്തിൽ കൂടുതലായിട്ട് സ്ലോട്ടർ ഹൗസ് ഏതൊരു നഗരത്തിലും, മുനിസിപ്പാലിറ്റികളിൽ പോലും, പഞ്ചായത്തിൽ പോലും സംവിധാനമുണ്ട്. ഇത് കൊല്ലം കോർപ്പറേഷൻ്റെ പദവി കിട്ടിയൊരു സ്ഥലം. ഈ കോർപ്പറേഷൻ്റെ പദവി കിട്ടിയ സ്ഥലത്ത് 7 വർഷത്തിൽ കൂടുതലായിട്ട് ഇവിടുത്തെ സ്ലോട്ടർ ഹൗസ് അടച്ചിരിക്കുന്നു. സ്ലോട്ടർ ഹൗസ് അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം മറ്റൊരു തരത്തിലും കൂടെ. കോടികളുടെ റവന്യൂ കോർപ്പറേഷന് കിട്ടേണ്ടത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം ശുദ്ധമായ മാംസം കൊടുക്കുക എന്നുള്ളത് ഏതിൻ്റെ ഒരു ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ഒരു പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ കോർപ്പറേഷന് ചുമതലയിലൊന്നാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ മൃഗഡോക്ടർ ഉണ്ടെങ്കിലും ആ മൃഗഡോക്ടർക്ക്, കാരണം സ്ലോട്ടർ ഹൗസിൽ വെച്ച് ആ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ മൃഗഡോക്ടറുടെ സർട്ടിഫിക്കറ്റോടുകൂടി ആണ് സാധാരണ കശാപ്പ് ചെയ്യേണ്ടത്. ആ അറവുശാലകളൊക്കെ പൂട്ടിയിരിക്കുക. MG സ്ട്രീറ്റ്, നമ്മുടെ MG പാർക്ക്, MG പാർക്ക്, ബീച്ച് റോഡ്, നമ്മുടെ കൊച്ചിലാമൂട് ബീച്ചിനോടനുബന്ധിച്ചുള്ള MG പാർക്ക്, അത് 67 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. പക്ഷെ ഇന്ന് പൂട്ടിയിട്ടിരിക്കുക. അതിനകത്ത് പാമ്പ് വളർത്തൽ കേന്ദ്രമായി. കൊല്ലം ലാൽ ബഹദൂർ സ്റ്റേഡിയം അതിനേക്കാളും ദയനീയം. കൊല്ലം ടൗൺ ഹാൾ, അപ്പോൾ എവിടെ നോക്കിയാലും തികഞ്ഞ പരാജയം. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഈ LDF ഭരണം ഇനി വരണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരെ ഇത്ര ശക്തമായ ജനവിധി ഉണ്ടായത് എന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ ദിവസം ഈ CPMന്റെ ജില്ലാ സെക്രട്ടറി നമ്മളോട് പറഞ്ഞത് വർഗീയ ശക്തികളുമായി ചേർന്നാണ് ഈ വോട്ട് പിടിക്കുകയും ഈ അധികാരത്തിലെത്താൻ കോൺഗ്രസ് ശ്രമിക്കുകയും UDF ശ്രമിക്കുകയും ചെയ്തത്. ഇത് നാട്ടിൽ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു തമാശയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടി BJPയുമായി ധാരണയിലെത്തുന്നു എന്ന് പറയുമ്പോൾ BJPയുടെ ഏറ്റവും വലിയ ആഗ്രഹം കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്ത് നശിപ്പിച്ച് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതാണല്ലോ അവർക്കെപ്പോഴും BJPയും CPMും തമ്മിലുള്ള ധാരണ. BJPയും CPMും തമ്മിലുള്ള ഡീൽ ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടാത്ത ഈ നാട്ടിൽ സാധാരണ പത്രം വായിക്കുന്നതല്ല, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. എല്ലാവർക്കും അറിയാവുന്നതാണ് BJPയും CPMും തമ്മിലുള്ള ഡീലൊക്കെ. ആ BJP-CPM ഡീലിൻ്റെ കഥകളൊന്നും കൂടുതൽ നമുക്ക് പറയണ്ടല്ലോ. എല്ലാവർക്കും തുറന്നൊരു പുസ്തകമാണ് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും എന്തൊക്കെ നാടകങ്ങളാണ് നടക്കുന്നതെന്നൊക്കെ അറിയാം. കോൺഗ്രസ് ഒരിക്കലും ഒരു വർഗീയ വിഭാഗവുമായും വർഗീയത പുലർത്താനോ അല്ലെങ്കിൽ വർഗീയ ശക്തികളുമായി ധാരണയുണ്ടാക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടുമില്ല. ഈ വെൽഫെയർ പാർട്ടി അടക്കമുള്ളവരുമായിട്ട് സഖ്യം ഉണ്ടായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പ്. അല്ല, ഒരു വെൽഫെയർ പാർട്ടിയുമായിട്ടൊരു സഖ്യവും ഉണ്ടായിട്ടില്ല. അതൊക്കെ വെറുതെ ഉണ്ടാക്കുന്നത്. ഈ വെൽഫെയർ പാർട്ടി എന്ന് പറയും ഇപ്പോൾ പറയുന്ന CPM എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരമായി അന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ധാരണയുണ്ടാക്കി ജമാഅത്തെ ഇസ്ലാമി പരസ്യമായിട്ട് LDFന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്നവർക്ക് പറയാൻ കഴിയുമോ? ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ ഒരു ധാരണയുണ്ട്. ആ ധാരണയ്ക്കപ്പുറത്തേക്ക് നിൽക്കാറില്ല. ഈ സ്വതന്ത്രമായ ഒരു ഭരണം, അതായത് ഏകപക്ഷീയമായി നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നൊരു കൗൺസിലായിരിക്കുമോ വരുന്നത്? സ്വാഭാവികമായിട്ടും 2 സീറ്റിൻ്റെ എണ്ണത്തിലാണല്ലോ കുറവുള്ളത്. ഉറപ്പായിട്ടും നമുക്ക് അനുകൂലമായ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം.
അതനുസരിച്ച് നമുക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രതിപക്ഷത്തിനോട് എടുക്കുന്ന സമീപനം ക്രിയാത്മകമായ സമീപനം തന്നെ എടുക്കും. തീർച്ചയായും, കാരണം ഞങ്ങളും പ്രതിപക്ഷത്തിരുന്നതാണല്ലോ. അപ്പോൾ പ്രതിപക്ഷത്തിനോട് എടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് വ്യക്തമായ അവർക്ക് അർഹിക്കേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്ത് അവരുമായി ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് അർഹമായ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കൗൺസിലായിരിക്കും തൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുക എന്നതാണ് AK ഹഫീസ് പറയുന്നത്. എന്തായാലും ഇനി മറ്റ് ചർച്ചകളൊക്കെ ഇനി നടക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ മേയർ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.